പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ വേറെ ആരല്ല ഈ വില്ലനെ കുറിച്ചിട്ടാണ്. അതായത് വിവോ V29e എന്ന് പറഞ്ഞ മൊബൈലിനെ കുറിച്ചിട്ടാണ്. ഇതിന്റെ അൺബോക്സ് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. ഇനി ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ, അതായത് ഏകദേശം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസമായി എടുത്തിട്ട് 3 മാസം യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇത് എടുക്കണോ അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്നല്ല, ഈ എല്ലാ മൊത്തത്തിൽ ഞാൻ ഈ വീഡിയോയിൽ പറയും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പോരായ്മകളെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോരായ്മകളില്ല. നമുക്ക് ഇതിന്റെ മോശകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശകാര്യം ഇല്ല. ഓക്കെ, ഇതിന് മോശം എന്ന് പറയാനില്ല. പിന്നെ പൈസന്റെ കുറച്ച് എന്താ പറയുക, 26,000 27,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടാവുന്ന നല്ല ബെസ്റ്റ് മൊബൈൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറഞ്ഞാൽ പോക്ക് ചിപ്സെറ്റ് എന്നാണോ നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ ആ ഒരു ചിപ്സെറ്റിൽ 4K സപ്പോർട്ട് ആവില്ല എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അല്ലാതെ നോർമൽ കേസിൽ നോക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി എല്ലാം പക്ക അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിന്റെ നോർമൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നേരെ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാം. ഫോട്ടോഗ്രാഫിക്കിൽ പോർട്രേറ്റ് മോഡിൽ ഒരു വെഡിങ് പോർട്രേറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഫിൽട്ടർ ഉണ്ട്. സോ അത് വെച്ച് നിങ്ങൾ വെഡിങ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഇമേജ് തരാം. ഈ ഒരു ഇമേജിൽ കാണുന്ന മാതിരി നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് ഈ ഫോൺ വെച്ച് കല്യാണത്തിന് ഞാൻ പോയപ്പോൾ ടെസ്റ്റ് ചെയ്ത ഫോട്ടോസ് ആണിത്. സോ ഗൈസ്, ഇത് എൻ്റെ കുടുംബത്തിലുള്ളവരുടെ കല്യാണം തന്നെയാണ്. ഇത് ഈ ഫോട്ടോസ് എല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. സോ ഗൈസ്, ഒരു DSLR-ന് പകരം കൊണ്ടുവെക്കാൻ പറ്റിയ ഒരു സാധനമാണ് എൻ്റെ കൈമിലുള്ള ഈ വിവോ V29e എന്ന് പറഞ്ഞ മൊബൈൽ. ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഇതിൻ്റെ ഒപ്പീനിയൻ വരെ ചോദിച്ചു. ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ ലൈവ് ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യില്ല. സോ ഗൈസ്, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയി പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് അല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോട്ടോസിൽ പല ഫിൽറ്റേഴ്സ് മോഡിൽ കാട്ടി ഏറ്റവും നല്ല നോർമൽ ഫോട്ടോ ആയാലും പോർട്രേറ്റ് മോഡിൽ നോർമൽ ഫോട്ടോ കുറച്ച് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഫോട്ടോസിന്റെ കാര്യത്തിൽ പോർട്രേറ്റ് മോഡ്, നോർമൽ ഫോട്ടോസ്, അതെല്ലാം ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. നോർമൽ ഫോട്ടോസും പോർട്രേറ്റ് ഫോട്ടോസും അടിപൊളിയാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു മൊബൈൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വിവോ V29 ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോഗ്രാഫർ, ഒരു യൂട്യൂബിൽ വീഡിയോ ഇടണോ, നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കൊണ്ട് പറ്റും. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു പോരായ്മ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇവർക്ക് 16 FPS ഫ്രണ്ട് ക്യാമറയിൽ കൊടുക്കായിരുന്നു. പക്ഷെ അവർ 16 FPS അല്ല കൊടുത്തിരിക്കുന്നത്, 13 FPS മാത്രമേ സപ്പോർട്ടാവുള്ളൂ. പക്ഷെ ബാക്ക് ക്യാമറ വെച്ച് ഇക്കാലത്ത് ആരെങ്കിലും ഷൂട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഷൂട്ട് ചെയ്യും ബാക്ക് ക്യാമറ വെച്ചിട്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനും നിങ്ങൾക്കൊരു അത്യാവശ്യത്തിന് വീഡിയോ ഷൂട്ട് ചെയ്യാനും എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഈ വിവോ V29 റെക്കമെൻഡ് ചെയ്യും. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു, ബ്രോ ഈ ഒരു ഫോൺ എടുക്കുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരിക്കലും പ്രോബ്ലം ഇല്ല. ഞാൻ 100% ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം സ്നാപ്ഡ്രാഗൺ 695 4K സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബാക്കി ഫോട്ടോസ്, വീഡിയോ ക്വാളിറ്റി, പെർഫോമൻസ്, ഡിസൈൻ. ഇനി നമുക്ക് ഡിസൈനിനെ കുറിച്ച് ലാസ്റ്റ് പറയാം. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് റെഡ് എന്ന് പറഞ്ഞ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുവരെയായിട്ട് സ്റ്റോറേജോ ഹാങ്ങോ ഒന്നും ആയിട്ടില്ല. 3 മാസം, 4ാമത്തെ മാസം, ഈ ഡിസംബറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മാസമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് പ്രോപ്പർലി ആയിട്ട് എനിക്ക് ഒരു കംപ്ലൈന്റ് പറയാൻ പറ്റിയിട്ടില്ല. ഇനി അവസാനമായിട്ട് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ വിവോ V27 പ്രോയിന്റെ ഒരു വേരിയന്റ് മാതിരി വരും. ബാക്കി ഡിസൈൻ എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾ ഏതൊരു മൊബൈൽ എടുത്ത് നോക്കിയാലും അതിന്റെ മാതിരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്ത് വെച്ചാൽ ഒരു ഭാഗത്ത് നമുക്ക് അൾട്രാ വയലറ്റ് അടിച്ചിട്ട് മറ്റേ അച്ചടിച്ച മാതിരി കൊണ്ടുവരാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി മൊബൈലാണ്. ഇനി ഇതിന്റെ മെയിൻ ഫീച്ചറിലേക്ക് കടക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ആൾക്കാരെ ആഗ്രഹിച്ചത് ക്യാമറ ക്വാളിറ്റിയാണ്. ക്യാമറ ക്വാളിറ്റി ഒരു രക്ഷയില്ല.
അത്രയും അടിപൊളിയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് പറയുന്നത്, എനിക്ക് ഇതുവരെയായിട്ട് ഈ ഒരു ഫോണ് ഹാങ്ങിങ്ങോ ഇഷ്യൂസോ ഒന്നും ഉണ്ടായിട്ടില്ല. ബിൽഡ് ആൻഡ് ക്വാളിറ്റി, ഡിസൈന്, പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ക്യാമറയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ക്യാമറയാണ്. സോ ഗൈസ്, എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രോപ്പർലി ആയിട്ട് ഞാൻ ഈ 3 മന്ത് യൂസ് ചെയ്ത് എനിക്ക് കിട്ടിയ ഒരു ഫീച്ചറാണ് ഞാൻ നിങ്ങൾക്ക് പങ്ക് ചെയ്തത്. സോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ക്യാമറ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കില്ല. അപ്പം എന്തായാലും ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.